നമസ്കാരം. എൻ്റെ പേര് തുളസി കോട്ടുക്കൽ എന്നാണ്. വളരെയധികം ചരിത്ര പ്രസിദ്ധവുമായ കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വളരെയധികം പ്രാചീനത അവകാശപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് കോട്ടുക്കൽ ഗുഹാക്ഷേത്രം. ഏറ്റവും പ്രധാനമായും ഈ ക്ഷേത്രത്തിനുള്ള പ്രത്യേകത, കോട്ടുക്കൽ എന്ന പേര് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. കല്ല് കോട്ടിയ സ്ഥലമാണ് കോട്ടുക്കൽ. കല്ല് കോട്ടുക എന്ന് പറഞ്ഞാൽ ഗുഹാക്ഷേത്രമായ ഈ ക്ഷേത്രത്തിലെ ഈ കല്ലുകൊണ്ട് പണിഞ്ഞ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടായതുകൊണ്ടായിരിക്കാം കോട്ടുക്കൽ എന്ന പേര് ഈ ക്ഷേത്രത്തിന് വന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത, ഇവിടെ 2 ഗണപതി പ്രതിഷ്ഠകളും 2 നന്ദികേശ്വര പ്രതിഷ്ഠകളും 2 ശിവലിംഗ പ്രതിഷ്ഠകളുമുണ്ട്. അടുത്തടുത്തുള്ള 2 മുറികളിലായിട്ടാണ് ഈ 2 പ്രതിഷ്ഠകളും നിൽക്കുന്നത്. വലത്തേ ഭാഗത്ത് കാണുന്ന പ്രതിഷ്ഠ ഗണപതി പ്രതിഷ്ഠയും നന്ദികേശ്വര പ്രതിഷ്ഠയും ശിവലിംഗ പ്രതിഷ്ഠയും കഴിഞ്ഞതിന് ശേഷം വലത്തു ഭാഗത്തായിട്ട് ഒരു പ്രത്യേക പ്രതിഷ്ഠ നമുക്ക് കാണാൻ കഴിയും. അത് ഹനുമാൻ്റെ പ്രതിഷ്ഠയാണ്. ഈ ഹനുമാൻ പ്രതിഷ്ഠ സ്വാഭാവികമായും ശിവക്ഷേത്രത്തിന് മുന്നിൽ വരുന്നതിന് ഒരു ഐതിഹ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ പാർവതിയുടെ അന്തഃപുരത്തിൻ്റെ മുന്നിലായിട്ട് ഹനുമാനെ വാതിൽ സൂക്ഷിപ്പുകാരനായി നിർത്തിയതിന് ശേഷം ശിവനും പാർവതിയും അകത്തിരിക്കുകയും ആ സമയത്ത് വാതിൽ സൂക്ഷിപ്പുകാരനായിട്ട് ഹനുമാൻ നിൽക്കുകയും ചെയ്ത ഒരു സംഭവം ശിവപുരാണത്തിലുണ്ട്. ആ പുരാണ സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന കഥയാവാം, അല്ലെങ്കിൽ സൂചനയാവാം നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് വിഗ്രഹത്തിന് മുന്നിലായിട്ട് കാണിച്ചിരിക്കുന്ന ഹനുമാൻ പ്രതിഷ്ഠ. അത് വലത്ത് ഭാഗം. എന്നാൽ ഇടത്ത് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇടത്ത് ഭാഗത്ത് ഒരു നന്ദികേശ്വര പ്രതിഷ്ഠയും ഒരു ഗണപതി പ്രതിഷ്ഠയും ഒരു ശിവലിംഗ പ്രതിഷ്ഠയും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ മുൻപിലായിട്ട് ഒരു മണ്ഡപം കാണാം. ഇങ്ങനെയുള്ള മണ്ഡപം സാധാരണയായിട്ട് ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്നതിന് ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഈ 2 ശിവലിംഗങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് ദ്വൈതക്ഷേത്രമെന്നാണ് പേര് കൽപ്പിച്ചിരിക്കുന്നത്. ദ്വൈതക്ഷേത്രം. ഇന്ത്യയിൽ ഈ ഒരൊറ്റ ക്ഷേത്രം മാത്രമേ ഇങ്ങനെയുള്ളൂ. കാരണം ഒരു ശിവലിംഗ പ്രതിഷ്ഠയും ഒരു ഗണപതി പ്രതിഷ്ഠയും ഒരു നന്ദികേശ്വര പ്രതിഷ്ഠയും ഉണ്ടെങ്കിൽ ഒരു പൂർണ്ണ ശിവക്ഷേത്രമെന്നാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള 2 ക്ഷേത്രങ്ങൾ ഒരേ കമാനത്തിനും കീഴിൽ വന്നിരിക്കുന്നതിനാൽ ഇതിന് ദ്വൈതക്ഷേത്രമെന്ന് പ്രശസ്തരായ ആളുകൾ പറയുന്നു. ക്ഷേത്രത്തിൻ്റെ പൗരാണികതയിലേക്ക് കടന്നു കഴിഞ്ഞാൽ വലത്തുഭാഗത്ത് കാണുന്ന ക്ഷേത്രം ഈ ഹനുമാൻ പ്രതിഷ്ഠ വന്നതുകൊണ്ട് തന്നെ പല്ലവ രാജവംശ കാലഘട്ടവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് AD 4-ാം നൂറ്റാണ്ടാണെന്നാണ് ചരിത്ര ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. ഇടതു സൈഡിൽ കാണുന്ന ക്ഷേത്രം മണ്ഡപമുണ്ടായതുകൊണ്ട് അത് AD 6-ാം നൂറ്റാണ്ടിലാണ് ഇതേപോലൊരു മണ്ഡപം സാധാരണയായിട്ട് ശിവക്ഷേത്രത്തിന് മുമ്പിൽ വരുന്നത്. അങ്ങനെ ഈ ക്ഷേത്രത്തിന് 2 കോവിലുകൾ പണിയുന്നതിന് ഏകദേശം 200 വർഷത്തെ പഴക്കമാണ് ചരിത്ര ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരം ഒരു ക്ഷേത്രത്തിന് ഇന്നേക്ക് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഏകദേശം 1400ഓളം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ചരിത്ര ഗവേഷകരുടെ അഭിപ്രായം.